ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ ആസ്തികളെല്ലാം നേരാവണ്ണം പരിപാലിക്കുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ആസ്തികൾ. അത് വീടാകാം, പറമ്പാകാം, വ്യാപാര സ്ഥാപനങ്ങളാകാം, നിക്ഷേപ പദ്ധതികളാകാം, കൃഷിസ്ഥലങ്ങളാകാം. എന്തു തന്നെയാണെങ്കിലും ആസ്തികളെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചും പരിപാലിച്ചും കൊണ്ട് നടക്കണം. എങ്കിൽ മാത്രമേ അവയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആസ്തികളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകാനോ ചീത്തയാകാനോ കേടുപാടുകൾ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പറമ്പൊക്കെ ആണെങ്കിൽ അത് നമ്മൾ നേരാമണ്ണം നോക്കി നടത്തിയില്ലെങ്കിൽ അവിടെ കാട് പിടിച്ച് അത് കള്ളന്മാരൊക്കെ കയറി അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. വീടും ബിൽഡിങ്ങുകളും ഒക്കെ ആണെങ്കിൽ നേരാമണ്ണം നോക്കിയില്ലെങ്കിൽ അതിന് ചെതലൊക്കെ പിടിച്ച് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആസ്തികളാണെങ്കിൽ നമ്മൾ ശരിക്കും സംരക്ഷിക്കണം, പരിപാലിക്കണം. വ്യത്യസ്തമായ ഒരു ആസ്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ സംരക്ഷണയിലുള്ള പ്രായമായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രായമായവർ ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പ്രായമായവരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ, അവരെ തള്ളിക്കളയുന്ന ശ്രമങ്ങൾ, ഉപേക്ഷിക്കുന്ന അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ പ്രായമായവർ യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയല്ല. അവർക്ക് ചില ശാരീരിക രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ ഒരു ബാധ്യതയായി കാണുന്നത് തീർത്തും തെറ്റാണ്. എന്നാൽ പ്രായമായവർ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ആസ്തിയാണ്. നിങ്ങൾ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാണാമല്ലോ. അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നു, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. എല്ലാം പ്രായത്തിനനുസരിച്ചും എക്സ്പീരിയൻസിനനുസരിച്ചുമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ ശമ്പളം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാധാരണ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അതുപോലെ പ്രായമായവരാരായാലും അവർക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് എത്രയോ വർഷത്തെ അനുഭവ പരിചയമുണ്ടാവും, അനുഭവ സമ്പത്തുണ്ടാകും. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആസ്തിയാണ്, അതല്ലാതെ ഒരു ബാധ്യതയല്ല. ആ കാഴ്ചപ്പാട് മാറ്റണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആസ്തികളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഈ ആസ്തികളെയും നിങ്ങൾ സംരക്ഷിക്കണം, പരിപാലിക്കണം. സ്വന്തമായിട്ട് ഈ ആസ്തികളെ നോക്കി നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നോക്കി നടത്താൻ കഴിയുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ആസ്തികളെ നമ്മൾ ആസ്തികളായിട്ട് തന്നെ കാണണം, ഒരിക്കലും ബാധ്യതയായിട്ട് കാണരുത്. അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് പലതും നമുക്ക് പറഞ്ഞു തരാനുണ്ടാകും. അവരൊക്കെ അറിവിൻ്റെ നിധി പേടകങ്ങളാണ്. അവരെ അവഗണിക്കരുത്. പകരം അവരെ ആസ്തികളായി കാണുകയും അവർക്ക് സംരക്ഷണവും പരിപാലനയും കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. ഇത് ജോസ് കാച്ചിപ്പള്ളി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.